Dear students, ഇന്ന് നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ ട്രാൻസ്മിറ്റർ സൈഡിലാണ് ഈ ഒപ്റ്റിക്കൽ സോഴ്സസ് വരിക. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജാണ്, അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ സോഴ്സാണ്. ഇവിടെ ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് വരുന്ന എലമെൻ്റാണ് ഒപ്റ്റിക്കൽ സോഴ്സസ്. കാരണം ഇവിടെ ലൈറ്റാണ് സിഗ്നലായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രത്തിൽ ഒരു ഒപ്റ്റിക്കൽ സോഴ്സിൽ നിന്ന് ലൈറ്റ് ഒപ്റ്റിക് ഫൈബറിലൂടെ പുറത്തേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കവറിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്യാബിനകത്ത് ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് ഉണ്ടായിരിക്കും. ആ ഒപ്റ്റിക്കൽ സോഴ്സാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ ടൈപ്പ് ഒപ്റ്റിക്കൽ സോഴ്സസ് ആണ് നമ്മൾ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ടും ഇൻഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതൊന്ന് റീക്യാപ്പ് ചെയ്യാം, എന്നാൽ മാത്രമേ നമുക്കിതിലേക്ക് ഡയറക്റ്റ് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ EK ഡയഗ്രാം വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാറ്. എനർജിയാണ് Y ആക്സിൽ ഉണ്ടാവുക, മൊമെൻറ്റം ആണ് X ആക്സിൽ ഉണ്ടാവുക. ഈ മൊമെൻറ്റം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ കാണുന്നത് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡാണ്. ഇവിടെയാണ് കണ്ടക്ട് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുക. താഴെ നമ്മൾ കാണുന്നത് വാലൻസ് ബാൻഡാണ്. വാലൻസ് ബാൻഡിലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇലക്ട്രോൺസ് എക്സ്ട്രാ എനർജി കിട്ടി കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രീ ഇലക്ട്രോൺസ് ആയി മാറിയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ കാണിക്കുന്നത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ്. അപ്പം ഇങ്ങനെ കണ്ടക്ഷൻ ബാൻഡിൽ എത്തിയ ഇലക്ട്രോൺസിന് ഒരുപാട് നേരം ആ ഒരു സ്റ്റേറ്റിൽ ഓക്യുപ്പൈ ചെയ്യാൻ കഴിയില്ല. അതെന്ത് ചെയ്യും? അതിൻ്റെ എനർജി കളഞ്ഞ് തിരിച്ചതിൻ്റെ നോർമൽ സ്റ്റേറ്റ് എനർജി ലെവലിലേക്ക് തന്നെ അത് വരും. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇലക്ട്രോൺസ് എപ്പോഴും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്, ആറ്റംസ് എപ്പോഴും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു വേക്കൻസി അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് കണ്ടക്ഷൻ ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് ഒരുപാട് സമയം ആ ഒരു സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്തിരിക്കാനും കഴിയില്ല. അപ്പോൾ അത് എനർജി എക്സസ് ആയി കിട്ടിയ എനർജീനെ റിലീസ് ചെയ്തിട്ട് താഴെയുള്ള വാലൻസ് ബാൻഡിലേക്ക് എത്തി അവിടെയുള്ള ഹോളിൽ ഓക്യുപ്പൈ ചെയ്യും. അതിന് നമ്മൾ റീകോമ്പിനേഷൻ എന്നാണ് പറയുക. അപ്പം അങ്ങനെ റീകോമ്പിനേഷൻ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു എനർജി റിലീസിങ് വരുന്നുണ്ട് അല്ലേ. അതായത് ഇലക്ട്രോൺസ് ഹയർ എനർജി സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പം അത് ലോവർ എനർജി സ്റ്റേറ്റായ വാലൻസ് ബാൻഡിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു ഹൈ എനർജീനെ കുറച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ലോ എനർജി സ്റ്റേറ്റിൽ വന്നിട്ട് ഹോൾസിൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ, റീകമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എനർജി റിലീസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഫോമിലാണ്. അതാണ് ഇവിടെ ഫോട്ടോൺ എമിഷൻ എന്ന് പറഞ്ഞ് കാണുന്നത്. ഇതാണ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ഫോമിലായതുകൊണ്ട് നമ്മൾ ഇതിനെ സ്പോണ്ടേനിയസ് എമിഷൻ എന്താണ് പറയാം. ഇവിടെ മൊമെൻറ്റം സെയിം ആണ് VB മാക്സിമത്തിനും അതുപോലെ തന്നെ CB മിനിമത്തിനും. മൊമെൻറ്റം നമ്മൾ X ആക്സിസിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ X ആക്സിലെ VB മാക്സിമം എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിൻ്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള പോയിന്റ്, CB മിനിമം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്. ഈ രണ്ട് പോയിന്റും ഒരേ മൊമെൻറ്റത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റീകോമ്പിനേഷൻ പോസിബിൾ ആയിട്ട് ഇരിക്കും. ഇനി നമ്മൾ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറുകൾ ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആ ഡയഗ്രത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം രണ്ട് ബാൻഡിൻ്റെയും മൊമെൻറ്റം, അതായത് VB മാക്സിമം എന്ന് പറയുന്ന പോയിന്റും അതുപോലെ തന്നെ CB മിനിമം കണ്ടക്ഷൻ ബാൻഡ് മിനിമം എന്ന് പറയുന്ന പോയിന്റും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് പോയിന്റുകൾ തമ്മിൽ മൊമെൻറ്റത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോൺസിന് പെട്ടെന്ന് തന്നെ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യാൻ കഴിയില്ല.
അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ മൊമെൻറ്റം കൺസേർവ് ചെയ്യണം അല്ലേ, മൊമെൻറ്റം സെയിം ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസ് ആദ്യം എന്ത് ചെയ്യും, ഇങ്ങോട്ട്, അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് അത് എന്ത് ചെയ്യണം, അതിൻ്റെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോണോൺ എമിഷൻ എന്ന് പറയുന്നത്. ഫോണോൺ എന്ന് പറഞ്ഞാൽ വൈബ്രേഷനാണ്, വൈബ്രേഷൻ ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസിനാണ് നമ്മൾ ഫോണോൺസ് എന്ന് പറയാം. ക്വാണ്ടം എനർജി അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എനർജിയിൽ കുറച്ചൊരു ചേഞ്ച് ഇവിടെ വരുത്തും, എന്നിട്ടാണ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് എത്തുന്നത്. ഇതിനെ നമ്മൾ ഫോണോൺ എമിഷൻ എന്നാണ് പറയുന്നത്. അതിനുശേഷം മൊമെൻറ്റം ഈക്വൽ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യും. ആ സമയത്ത് എന്താണ്, ഫോട്ടോൺ ആയിട്ടാണ് എനർജി റിലീസ് ചെയ്യുന്നത്. ഇതാണ് ഇൻഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇൻഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടറിൽ സാധാരണ റേഡിയേറ്റീവ് എമിഷനാണ് ഉണ്ടാവുക, സ്പോണ്ടേനിയസ് എമിഷൻ അല്ല. ഇവിടെ അധികവും ഹീറ്റിൻ്റെ ഫോമിലാണ് എനർജി റിലീസ് ചെയ്യുന്നത്, ലൈറ്റിൻ്റെ ഫോമിലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സസ് ആയിട്ട് എപ്പോഴും ചൂസ് ചെയ്യുക ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സാണ്. ഇവിടെ നമുക്ക് അറിയാം എനർജി റിലീസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഫോമിലാണ്, ഇവിടെ ഹീറ്റായിട്ടാണ്. ആദ്യം ഫോണോൺ ആയിട്ട് എമിഷൻ നടത്തുന്നുണ്ട്, പിന്നെ ഫോട്ടോൺ ആയിട്ട് എമിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് സിലിക്കൺ, അതുപോലെ തന്നെ ജെർമേനിയം ഒക്കെ. ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ് ഗാലിയം ആർസനൈഡ് ഒക്കെ. ഗാലിയം ആർസനൈഡ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ LED ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ലൈറ്റ് എമിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സിലിക്കണിനകത്തൊക്കെ ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് ആയതുകൊണ്ട് അതിന് ആ ഒരു PN ജംഗ്ഷന് ഹീറ്റാണ് എമിറ്റ് ചെയ്ത് വരുന്നത്, ലൈറ്റല്ല. അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതാണിത് തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ ഒപ്റ്റിക്കൽ സോഴ്സസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സാണ്. എനിക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച്. അപ്പോൾ നമുക്കൊരു ടേബിൾ വെച്ചിട്ട് രണ്ടിനെ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്സ് തന്നെയാണ് വീണ്ടും എഴുതിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. മാക്സിമം എനർജി ലെവൽ ഓഫ് വാലൻസ് ബാൻഡ് അലൈൻസ് വിത്ത് ദി മിനിമം എനർജി ലെവൽ ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡ് വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മൊമെൻറ്റം ആണ് ഇവിടെ ആക്സിസിൽ എടുക്കുന്നത്. ഇവിടെ VB മാക്സിമവും CB മിനിമവും ഒരേ പോയിന്റിലായിരിക്കും ഉണ്ടാവുക, അലൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക. പിന്നെ എ ഡയറക്റ്റ് റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ് വിത്ത് ദി റിലീസ് ഓഫ് എനർജി ഈക്വൽ ടു ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദി റീകമ്പൈനിങ് പാർട്ടിക്കിൾസ്. ഇവിടെ നമുക്കറിയാം എനർജി റിലീസിങ് നടക്കുന്നുണ്ട്. ഈ എനർജി എത്രയാണ് റിലീസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും റിലീസ് ചെയ്യുന്ന എനർജി ഉണ്ടാവുക. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ എത്രയാണോ എനർജി ഗ്യാപ്പ് ഉള്ളത് അത്രയും എനർജി കിട്ടിയാലാണ് അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തുള്ളൂ. അതായത് നമ്മുടെ ബാൻഡ് ഗ്യാപ്പ് എത്രയാണോ, ഇപ്പോൾ സിലിക്കണൊക്കെ ആണെങ്കിൽ 1.12 ഇലക്ട്രോൺ വോൾട്ടാണ് ഉണ്ടാവുക. അത്രയും എനർജി കൊടുത്താൽ മാത്രമേ ബാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുള്ളൂ. അപ്പോൾ അത് തിരിച്ച് റീകമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആ എനർജി എത്രയാണോ ബാൻഡ് ഗ്യാപ്പ് എനർജി എക്സസ് ആയിട്ട് അതിന് കിട്ടിയത് അത് റിലീസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എനർജി ആയിരിക്കും. പിന്നെ ദ പ്രോബബിലിറ്റി ഓഫ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ഈസ് ഹൈ. റീകോമ്പിനേഷൻ ഇവിടെ ഡയറക്റ്റ് ആയതുകൊണ്ട് മൊമെൻറ്റം സെയിം ആയതുകൊണ്ടും എന്താണ് റീകോമ്പിനേഷൻ കൂടുതലായിരിക്കും. പ്രോബബിലിറ്റി ഓഫ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ഈസ് ഹൈ. പിന്നെ അതുപോലെ തന്നെ എഫിഷ്യൻസി നമ്മൾ ഇൻഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ സോഴ്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് ദ എഫിഷ്യൻസി ഫാക്ടർ ഓഫ് ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ ഈസ് ഹയർ ദാൻ ഇൻഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടർ. അപ്പോൾ അതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഗാലിയം ആർസനൈഡ് ആണ്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് മൊമെൻറ്റം ഡിഫറെൻ്റ് ആയിരിക്കും. CB മിനിമവും VB മാക്സിമവും രണ്ട് ഡിഫറെൻറ്റ് പോയിന്റിലാണ് ഇരിക്കുന്നത്. ഡിഫറെൻറ്റ് മൊമെൻ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. മാക്സിമം എനർജി ലെവൽ ഓഫ് ദി വാലൻസ് ബാൻഡ് ആൻഡ് മിനിമം എനർജി ലെവൽ ഓഫ് ദി കണ്ടക്ഷൻ ബാൻഡ് ആർ മിസ് അലൈൻഡ് വിത്ത് റെസ്പെക്ട് ടു മൊമെൻറ്റം. അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന വലിയൊരു ഡിഫറൻസ് അതാണ്. പിന്നെ ഡ്യൂ ടു ദ റിലേറ്റീവ് ഡിഫറൻസ് ഇൻ മൊമെൻറ്റം ഫസ്റ്റ് ദ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് ബൈ റിലീസ് ഓഫ് എനർജി.
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൊമെൻറ്റം ഡിഫറെൻ്റ് ആയതുകൊണ്ട് മൊമെൻറ്റം സെയിം ആക്കാൻ വേണ്ടിയിട്ട് എനർജി ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ ഫോമിലാണ്? ഫോണോണിൻ്റെ ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. പിന്നെ ആഫ്റ്റർ ബോത്ത് ദ മൊമെൻറ്റം അലൈൻസ് ദംസെൽഫ്, മൊമെൻറ്റം സെയിം ആയതിനു ശേഷം എ റീകോമ്പിനേഷൻ ഒക്കേഴ്സ് അക്കംപനീഡ് വിത്ത് റിലീസ് ഓഫ് എനർജി. മൊമെൻറ്റം ആദ്യം കൺസർവ് ചെയ്തതിന് ശേഷമാണ് പിന്നെ റീകോമ്പിനേഷൻ നടക്കുന്നത്. പിന്നെ പ്രോബബിലിറ്റി ഓഫ് റേഡിയേറ്റീവ് റീകോമ്പിനേഷൻ ഈസ് കമ്പാരിറ്റീവ്ലി ലോ. കമ്പാരിറ്റീവ്ലി റീകോമ്പിനേഷൻ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിനെ അപേക്ഷിച്ച് ലോ ആയിരിക്കും. പിന്നെ എഫിഷ്യൻസി ഫാക്ടർ ഓഫ് ഇൻഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടർ ഈസ് ലോവർ. എഫിഷ്യൻസി ഫാക്ടറും ലോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സസ് ആയിട്ട് ഇൻഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നില്ല. ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് സിലിക്കൺ, അതുപോലെ തന്നെ ജെർമേനിയം ഒക്കെയാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഒപ്റ്റിക്കൽ സോഴ്സസിലേക്ക് വരാം. അപ്പോൾ ഇൻഡയറക്റ്റ് ബാൻഡ് സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ന് നോക്കാം. ഒപ്റ്റിക്കൽ സോഴ്സസ് കൺവേർട്സ് ഇലക്ട്രിക്കൽ ഇൻപുട്ട് സിഗ്നൽ ഇൻടു കറസ്പോണ്ടിങ് ഒപ്റ്റിക്കൽ സിഗ്നൽ. അതായത് ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. അത് എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നലിനെ ലൈറ്റ് സിഗ്നലായിട്ട്, ഒപ്റ്റിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ദിസ് ഒപ്റ്റിക്കൽ സിഗ്നൽ ഈസ് ദെൻ ലോഞ്ച്ഡ് ഇൻ ടു ദി ഫൈബർ. നമ്മൾ OFC ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം ഉള്ള മെസ്സേജ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആ ലൈറ്റിനെ ഫൈബറിലേക്ക് ലോഞ്ച് ചെയ്യും. പിന്നെ ഒപ്റ്റിക്കൽ സോഴ്സ് ഈസ് ദ മേജർ കമ്പോണൻറ്റ് ഇൻ ആൻ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റർ. ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ് ഒപ്റ്റിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പോപ്പുലർലി യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സോഴ്സസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആൻഡ് സെമി കണ്ടക്ടർ ലേസർ ഡയോഡ്സ്. LED-യും ലേസർ ഡയോഡ്സ് ആണ് നമ്മൾ ഒപ്റ്റിക്കൽ സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിലബസിൽ അതിനെക്കുറിച്ചാണ് പഠിക്കാനുള്ളൂ. പോപ്പുലർലി യൂസ്ഡ് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റേഴ്സ്, ഒപ്റ്റിക്കൽ സോഴ്സസിനെ നമ്മൾ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയാറുണ്ട്, ആർ LED ആൻഡ് ലേസർ ഡയോഡ്സ്. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയാണ് ഇനി പഠിക്കാനുള്ളത്, LED-യും അതുപോലെ തന്നെ ലേസർ ഡയോഡ്സിനെ പറ്റിയിട്ട്. ഇനി ഒരു ഒപ്റ്റിക്കൽ സോഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാലോ അല്ലേ, ഫസ്റ്റ് വരുന്ന എലമെൻ്റാണ് കമ്മ്യൂണിക്കേഷനിൽ, ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ എന്താ ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നലാക്കി മാറ്റും. ആ ഒപ്റ്റിക്കൽ സിഗ്നലാണ് നമ്മുടെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു ലൈറ്റ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് എലമെൻ്റാണ് ഒപ്റ്റിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് നോക്കാം. To be useful in an optical link, the light source needs to follow the characteristics. താഴെ കാണുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത്, ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു ഓപ്പറേറ്റ് ദ ഡിവൈസ് കണ്ടിന്യൂസ്ലി അറ്റ് എ വെറൈറ്റി ഓഫ് ടെമ്പറേച്ചർ ഫോർ മെനി ഇയേഴ്സ്. ഒപ്റ്റിക് ഫൈബർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻസിനും അതുപോലെ തന്നെ അണ്ടർ സീ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് വർഷങ്ങളോളം അത് എന്ത് ചെയ്യണം, അവിടെ കേടൊന്നും പറ്റാതെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒന്നും ഈ ഒരു ഒപ്റ്റിക്കൽ സോഴ്സസിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് ഒക്കെ എന്തായിരിക്കണം, അൺഎഫക്റ്റഡ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു ഒപ്റ്റിക്കൽ സോഴ്സ് വേണം നമ്മൾ പ്രിഫർ ചെയ്യാൻ. പിന്നെ ഇറ്റ് മസ്റ്റ് ബി പോസിബിൾ ടു മോഡുലേറ്റ് ലൈറ്റ് ഔട്ട്പുട്ട് ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ്. മോഡുലേറ്റ് എന്നിവിടെ പറയുന്നത് നമുക്കറിയാം, നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും. അതായത് സീറോസും വൺസും ഉള്ള ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ സീറോസും വൺസും നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് സോഴ്സിന് ഓണും ഓഫും ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യാറ്. അങ്ങനെ ലൈറ്റിനെ മോഡുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ മോഡുലേറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓരോ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിൽ മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് സോഴ്സ് വേണം യൂസ് ചെയ്യാൻ. ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഇൻഫോർമേഷൻ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ലൈറ്റ് സോഴ്സ് ഓൺ ഓഫ് ആക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്
പോസിബിൾ ആയിട്ടുള്ള മോഡുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് സോഴ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോർ ഫൈബർ ലിങ്ക്സ് ദ വേവ് ലെങ്ത് ഓഫ് ദി ഔട്ട്പുട്ട് ഷുഡ് ബി coincide with one of the transmission windows for the fiber type used. അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇൻഫോർമേഷനും അതുപോലെ തന്നെ ഈ ലൈറ്റ് സോഴ്സിൻ്റെ വേവ് ലെങ്ത്തും കോയിൻസൈഡ് ചെയ്യുന്ന ടൈപ്പിൽ വേണം നമ്മൾ ലൈറ്റ് സോഴ്സ് പ്രിഫർ ചെയ്യാൻ. അപ്പോൾ ഇത് മൂന്നും അല്ല, കുറച്ചും കൂടി ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, നമുക്ക് നോക്കാം. So to couple a large amount of power into an optical fiber, the emitting area should be small. നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷനാണ് നമ്മൾ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് പവറും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സിഗ്നൽ സെൻഡ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ആ ഒരു ഫൈബറിലേക്ക് തന്നെ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എമിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നാരോ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി വെരി സ്മോൾ. എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് പവർ അതിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ്, നമ്മുടെ ഹെയറിൻ്റെ അത്രയും തിന്നാണ്. അപ്പോൾ അതിലേക്ക് വേണം നമ്മൾ ഈ ഒരു സോഴ്സ് വെച്ചിട്ട് കറക്റ്റ് ഫോക്കസ് ചെയ്ത് ലൈറ്റ് കൊടുക്കാൻ. അപ്പോൾ ഈ സോഴ്സിൻ്റെ, അതായത് ലൈറ്റ് എമിറ്റിംഗ് സോഴ്സിൻ്റെ എമിറ്റിംഗ് ഏരിയ ഷുഡ് ബി സ്മോൾ ആയിരിക്കണം. പിന്നെ ടു റെഡ്യൂസ് മെറ്റീരിയൽ ഡിസ്പേർഷൻ ഇൻ എൻ ഒപ്റ്റിക്കൽ ഫൈബർ ലിങ്ക് ദ ഔട്ട്പുട്ട് സ്പെക്ട്രം ഷുഡ് ബി നാരോ. മെറ്റീരിയൽ ഡിസ്പേർഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഫൈബറിലൂടെ നമുക്ക് ഫൈബർ ഒപ്റ്റിക്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലും മെറ്റീരിയൽ വഴി നമുക്ക് ഡിസ്പേർഷൻസ് സംഭവിക്കാറുണ്ട്. സ്കാറ്ററിംഗ് ഒക്കെ സംഭവിച്ചിട്ട് അല്ലെങ്കിൽ പല ലോസസ് വഴി നമുക്ക് ഇൻഫോർമേഷൻ കുറച്ച് നഷ്ടപ്പെടും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഔട്ട്പുട്ട് സ്പെക്ട്രം എന്ന് പറയുന്നത് ഷുഡ് ബി നാരോ. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്പെക്ട്രം ഫ്ലാറ്റ് ആവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു നാരോ സ്പെക്ട്രമാണ് എപ്പോഴും വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ലൈറ്റ് സോഴ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. പിന്നെ അത് പവർ റിക്വയർമെൻറ്റ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ മസ്റ്റ് ബി ലോ. പവർ കൺസപ്ഷൻ ലോ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമുക്ക് സെവറൽ ഇയേഴ്സ് ആ ഒരു ലൈറ്റ് സോഴ്സ് തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് പവർ കൺസപ്ഷൻ എങ്ങനെയാണോ കുറയ്ക്കാൻ പറ്റുക അത്രയും കുറച്ചിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സിനെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. നമുക്കറിയാം LED ഒക്കെ പവർ കൺസപ്ഷൻ വളരെ കുറവാണ്. ബെറ്റർ ലീനിയാരിറ്റി ഓഫ് പ്രിവെൻറ്റ് ഹാർമോണിക്സ് ആൻഡ് ഇന്റർമോഡുലേഷൻ ഡിസ്റ്റോർഷൻ. ഈ ഒപ്റ്റിക്കൽ സോഴ്സ് എപ്പോഴും ഹാർമോണിക്സിന്, അതായത് ഇൻ്റർഫറൻസസ് ഉണ്ടാവില്ലേ, ഡിസ്റ്റർബൻസസ്, അതൊന്നും നമ്മുടെ ഈ ഒരു ലൈറ്റിനെ എഫക്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ഒരു ലൈറ്റ് സോഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അല്ലാതെ തൊട്ടപ്പുറത്തുള്ള സിഗ്നൽസ് വരുമ്പോൾ നമ്മുടെ ലൈറ്റ് സോഴ്സിന് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ ലൈറ്റ് സോഴ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. പ്രിവെൻറ്റ് ഹാർമോണിക്സ് ആൻഡ് ഇന്റർമോഡുലേഷൻ ഡിസ്റ്റോർഷൻ. പിന്നെ ഹൈ കപ്ലിംഗ് എഫിഷ്യൻസി വേണം ലൈറ്റ് സോഴ്സിന്. പിന്നെ ഹൈ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ട് പവർ ആയിരിക്കണം, ഹൈ റിയലബിലിറ്റി ആയിരിക്കണം, ലോ വെയ്റ്റ് ആൻഡ് ലോ കോസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ ഒരു ഒപ്റ്റിക്കൽ സോഴ്സിന് മസ്റ്റായിട്ട് വേണം. എന്നാൽ മാത്രമേ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി എന്തൊക്കെ ടൈപ്പ് ലൈറ്റ് സോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ സിലബസിൽ നമ്മൾ പഠിക്കുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലേസർ ഡയോഡ്സിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം LED-നെ കുറിച്ച് നോക്കാം. അപ്പോൾ LED നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഡയോഡാണ് അല്ലേ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഡയഗ്രത്തിനകത്ത് കാണാൻ കഴിയും ഒരു LED ഇവിടെ ഗ്ലോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ലൈറ്റിനെ ഒരു കേബിളിലേക്ക് അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ LED നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് നിങ്ങൾ പഠിച്ചപ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. PN ജംഗ്ഷൻ പഠിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് ഒന്നും കൂടെ എന്താണ് LED എന്നൊന്ന് നോക്കാം. അപ്പോൾ LEDs ആർ PN ജംഗ്ഷൻ ഡയോഡ്. PN ജംഗ്ഷൻ നമ്മൾ പഠിച്ചതാണ് പണ്ട്. PN ജംഗ്ഷൻ ഡയോഡ്സ് ആണ് LED എന്ന് പറഞ്ഞാൽ. യൂഷ്വലി മെയ്ഡ് ഫ്രം സെമി കണ്ടക്ടർ മെറ്റീരിയൽ സച്ച് ആസ് അലുമിനിയം ഗാലിയം ആർസനൈഡ് ഓർ അലുമിനിയം ആർസനൈഡ്
ഫോസ്ഫൈഡ്. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ അധികവും LED ഉണ്ടാക്കുന്നത്. സിലിക്കൺ, ജെർമേനിയം അല്ല, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അപ്പോൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് വരുന്ന സെമി കണ്ടക്ടേഴ്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. ഇനി LEDs എമിറ്റ് ലൈറ്റ് ബൈ സ്പോണ്ടേനിയസ് എമിഷൻ. നമ്മൾ സ്പോണ്ടേനിയസ് എമിഷൻ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പിൽ പറഞ്ഞിരുന്നു. LED എമിറ്റ് ചെയ്യുന്നതും സ്പോണ്ടേനിയസ് എമിഷൻ വഴിയാണ്. Light is emitted as a result of recombination of electrons and holes. ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് റീകോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും കൊണ്ടാണ്. ഇനി LED PN ജംഗ്ഷൻ നമ്മൾ മൈനോറിറ്റി കാരിയേഴ്സും മെജോറിറ്റി കാരിയേഴ്സും ഒക്കെ പഠിച്ചിട്ടില്ലേ? വൺസ് ദേ ക്രോസ് ദി PN ജംഗ്ഷൻ, ദീസ് മൈനോറിറ്റി കാരിയേഴ്സ് റീകമ്പൈൻ വിത്ത് ദി മെജോറിറ്റി കാരിയേഴ്സ് and give up energy in the form of light. ഇപ്പോൾ PN ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ടാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പണ്ട് പഠിച്ചുള്ള കാര്യമാണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നുകൂടെ നോക്കാം. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടം തിയറി. ഇപ്പം നമ്മൾ വർക്കിംഗ് പറയുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ആയ ഒരു രീതിയിലാണ് പറയുന്നത്. പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക PN ജംഗ്ഷൻ ആണ്. PN ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ചെയ്യുന്ന സമയത്ത് കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്യും അല്ലേ? ഡിപ്ലീഷൻ റീജിയൻ കുറഞ്ഞ് അവസാനം 0 ആയി ഇലക്ട്രോൺസിനും ഹോൾസിനും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവും. അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ക്വാണ്ടം തിയറീനെ വെച്ചിട്ടാണ് ഇപ്പോൾ LED വർക്കിംഗ് പറയുന്നത്. ക്വാണ്ടം തിയറി സേസ് ദാറ്റ് when the electron comes down from the higher energy level to the lower energy level, energy emits from the photon. അതായത് ഇലക്ട്രോണിൻ്റെ എനർജി നമുക്കറിയാം. ഇലക്ട്രോൺ കണ്ടക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസിന് എക്സ്ട്രാ വോൾട്ടേജ് കിട്ടണം അല്ലേ? അതായത് നമ്മളൊരു LED ഫോർവേഡ് ബയാസ് ചെയ്യാണ്. നമുക്കിവിടെ നോക്കാം. ഇതാണ് നമ്മുടെ LED. ഇവിടെ ഒരു PN ജംഗ്ഷൻ കാണിക്കുന്നുണ്ട്. ഇതാണ് P ടൈപ്പ് മെറ്റീരിയൽ, ഇതാണ് N ടൈപ്പ് മെറ്റീരിയൽ. Nൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ കാണാൻ കഴിയും, Pയിൽ പോസിറ്റീവ് ചാർജുള്ള ഹോൾസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനെ നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്തിരിക്കുക. P ടൈപ്പ് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ടും N ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സിമ്പിൾ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ജംഗ്ഷനിലാണ് ആ ഒരു ലൈറ്റ് എമിറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു PN ജംഗ്ഷനെ ഫോർവേഡ് ബയാസ് ചെയ്തു. ഫോർവേഡ് ബയാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടുന്ന് റിപ്പൽ ചെയ്ത് ജംഗ്ഷൻ ക്രോസ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ ഹോൾസും ഇവിടുന്ന് റിപ്പൽ ചെയ്ത് P ടൈപ്പ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ് വരുമ്പോൾ ഇതും എന്ത് ചെയ്യും? ഇവിടുന്ന് റിപ്പൽ ചെയ്ത് ജംഗ്ഷന് അടുത്തേക്ക് വന്ന് ഇവിടെ റീകോമ്പിനേഷൻ നടക്കും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് ശരിക്കും എന്താ സംഭവിക്കാം? ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോൺസ് ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടക്ഷൻ ബാൻഡിലാണ്. ആ കണ്ടക്ഷൻ ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ഒരു ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഇലക്ട്രോണിന് കിട്ടിയ എനർജി ഇവിടുന്ന് റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. ആ റിലീസ് ചെയ്ത് പോകുന്നത് ലൈറ്റിൻ്റെ ഫോമിലാണ്. അങ്ങനെയാണ് LED ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കണ്ടക്ഷൻ ബാൻഡിൻ്റെ ലൈൻ കാണാം. ഇത് നമ്മുടെ വാലൻസ് ബാൻഡാണ്. ഇവിടെ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ലീവ് ചെയ്ത് പോയ ഹോൾസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ കണ്ടക്ഷൻ ബാൻഡിൽ ഫ്രീ ഇലക്ട്രോൺസിനെയും കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസിന് ഒരുപാട് നേരം കണ്ടക്ഷൻ ബാൻഡിൽ സ്റ്റേ ചെയ്യാൻ കഴിയില്ല. കുറച്ച് സമയത്തിന് ശേഷം അത് തിരിച്ച് എനർജി റിലീസ് ചെയ്ത് റീകോമ്പിനേഷൻ നടത്തി ഇങ്ങോട്ട് തന്നെ ഹോൾസിലേക്ക് തന്നെ വരും. അപ്പോൾ ഇവിടെ റീകോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാം. 2 ബ്ലൂ ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഫോമിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു LED വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്വാണ്ടം തിയറി വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത്. The photon energy is equal to the energy gap between these two energy level. ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഫോട്ടോണിൻ്റെ എനർജി. അതായത് എനർജി ബാൻഡിൻ്റെ എനർജി എത്രയാണോ അതാണ് ഫോട്ടോണിൻ്റെ എനർജി ആയിട്ട് വരുന്നത്.
അപ്പോൾ ഈ ഡയഗ്രാമാണ് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞത്. അതൊന്ന് വേർഡ്സിലൂടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. വെൻ എക്സ്റ്റേണൽ വോൾട്ടേജ്, അതായത് ഫോർവേഡ് ബയാസിലാണ് കണ്ടക്ട് ചെയ്യുള്ളൂ, ഈസ് അപ്ലൈഡ് ടു ദി വാലൻസ് ഇലക്ട്രോൺസ്, they gain sufficient energy and breaks the bonding with the parent atom and becomes free electrons. ഇപ്പോൾ നമ്മൾ പറയുന്നത് ക്വാണ്ടം തിയറി ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ആറ്റംസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എനർജി കിട്ടി ഫ്രീ ഇലക്ട്രോൺസ് ആയി മാറി കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയാണ്. These free electrons in the conduction band do not stay for a long period. After a short period, these free electrons lose energy in the form of light and recombine with the holes in the valence band. Each recombination of the charge carrier will emit some light energy. ഇതാണ്, ഇങ്ങനെയാണ് LED ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലൈഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് കണ്ടക്ഷൻ ബാൻഡും കാണിച്ചിട്ടുണ്ട്, വാലൻസ് ബാൻഡും കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എനർജി, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അപ്പോൾ ഇവിടുന്ന് റീകോമ്പൈൻ ചെയ്യുന്ന സമയത്ത് എമിറ്റഡ് ഫോട്ടോൺസ് നിങ്ങൾക്ക് കാണാൻ കഴിയും, അതായത് എമിറ്റഡ് ലൈറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഓറഞ്ച് കളറിൽ കാണുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ആണ്, വൈറ്റ് കളറിൽ കാണുന്നത് ഹോൾസ് ആണ്, ബ്ലൂ കളറിൽ എമിറ്റ് ചെയ്യുന്നത് ഫോട്ടോൺസും. അപ്പോൾ ഇതാണ് പ്രോസസ് ഓഫ് ലൈറ്റ് എമിഷൻ ഇൻ LED. നമ്മൾ എന്താ പറയുക, ചെറിയ ക്ലാസ്സിൽ അല്ലേ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ച കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ച കാര്യം തന്നെയാണ്. ഇതൊന്നുകൂടെ ഇവിടെ നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. LED-ൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഗാലിയം ആർസനൈഡ് ഇൻഫ്രാറെഡ് ആണ് ഉണ്ടാവുക, ഗാലിയം ഫോസ്ഫൈഡ് ആണെങ്കിൽ റെഡ്, യെല്ലോ, ഗ്രീൻ. കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ LED-ൻ്റെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കളറും കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആണ് LED-ൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പക്ഷേ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് LED സ്ട്രക്ചറാണ്. അപ്പോൾ സ്ട്രക്ചറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെയാണ് LED ലൈറ്റ് എമിറ്റ് ചെയ്യണമെന്നുള്ളത് അറിയണം. എന്നാൽ മാത്രമേ അതിൻ്റെ ബാക്കി സ്ട്രക്ചറിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് LED-യുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കിയത്. ഇനി നമുക്ക് LED സ്ട്രക്ചർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. LED സ്ട്രക്ചറിൽ 2 ടൈപ്പ് സ്ട്രക്ചേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. സർഫസ് എമിറ്റിംഗ് LEDസും ഉണ്ട്, എഡ്ജ് എമിറ്റിംഗ് LEDസും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം. LED-ൻ്റെ സ്ട്രക്ചർ തന്നെ 2 ടൈപ്പിൽ വരുന്നുണ്ട്, ഹോമോ ജംഗ്ഷനും ഹെട്രോ ജംഗ്ഷനും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വയ്ക്കാം. ഇതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പം പ്ലേ ചെയ്യുന്നുണ്ട്, അത് അടുത്ത ഒരു ഇതായിട്ട് ഞാൻ ഇടാം, കാരണം ഇത് ഇപ്പം തന്നെ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.